السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم اشرح صدري كما شرحت صدور الصالحين من عبادك. اللهم اهد قلبي كما هديت قلوب الصالحين من عبادك. اللهم سدد لساني كما سددت ألسنة الصالحين من عبادك بحق نبيك سيدنا محمد صلى الله عليه وسلم وبحق الصالحين من عبادك. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العظيم. صدق وبلغ نبيه الرسول الكريم. قال نبيكم صلى الله عليه وسلم: الناس معادن كمعادن الذهب والفضة خيارهم في الجاهلية خيارهم في الإسلام إذا فقهوا. അഭിവന്യരായ ഉലമാക്കളെ, സാദാതീങ്ങളെ, പണ്ഡിതന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു നമ്മളോടെപ്പോഴും ഏറ്റവും റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സാണിത്. ഇതിലൊരു പ്രസംഗത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലല്ല ഞാൻ വന്നിട്ടുള്ളതും ഇപ്പോഴിവിടെ നിൽക്കുന്നതും. ഇത് അല്ലാഹു സ്നേഹിച്ച മനുഷ്യരോടുകൂടിയുള്ള, അല്ലാഹു സ്നേഹിച്ച മഹാന്മാരെ ഓർക്കുന്ന ഒരു സദസ്സിലെ ഒരുമിച്ച് കൂടലാണ്. ഇവിടെ കാര്യമായും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട നമ്മളെ അത്തിപ്പറ്റ ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അവിടുന്ന് ഒരുപാട് രോഗം കൊണ്ട് വിഷമിക്കുന്നുണ്ട്. അല്ലാഹു അത് ശിഫ നൽകുമാറാവട്ടെ. ദീർഘായുസ്സും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള കഴിവും അല്ലാഹു അവിടത്തേക്ക് നൽകുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുമ്പോൾ, മശായിഖന്മാരെ ഓർത്തിരിക്കുന്ന സദസ്സ്. ഞാൻ വിഷയത്തിൽ നിന്ന് കുറച്ച് വിവരിക്കുന്നു. അതിനെന്താണ് പ്രത്യേകത? സൂഫികളുടെ ഭാഷയിൽ അതിന് റാബിത്വ എന്നാണ് പറയുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസാ റഹിമഹുല്ലാഹിയുടെയും സയ്യിദുനാ ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെയും മനോഹരമായ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഈ അവസ്ഥയെ നമ്മൾ പ്രതിപാദിക്കുക റാബിത്ത എന്നാണ്. ചില മശായിഖന്മാരുടെ തരീഖുകൾ അവരുടെ മുരീദന്മാരോട് ആവശ്യപ്പെടുക തന്നെ നീ എന്നെ ഓർത്തിരിക്കുക എന്നാണ്. മുരീദിന്റെ ജോലി അവിടെ ഷെയ്ഖിനെ ഓർത്തിരിക്കൽ മാത്രമാണ്. വളരെ വിശാലമായൊരു ചർച്ചയാണത്. നക്ഷബന്ദി തരീഖിൽ കാര്യമായ ചില സിൽസിലകളിൽ അവരുടെ മശായിഖന്മാർ മുരീദന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനം നീ എന്നെ ഓർത്തിരിക്കുക എന്നാണ്. അപ്പൊ ഷെയ്ഖിനെ മനസ്സിൽ ഓർക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനം, അവരുടെ ജീവിതം, അവരുടെ സൂക്ഷ്മത, അവരുടെ ഇൽമ്, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ഉണ്ടാവുക. എന്തോ ഒരു അവ്യക്തത വന്നതുപോലെ അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു കൂനൂ മഅസ്സാദിഖീൻ. ഓ സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങൾ സാദിഖീങ്ങളോട് കൂടി ആവുക എന്ന ആയത്തിന്റെ വിശദീകരണങ്ങളിൽ ഒരുപാട് മുഫസ്സിറുകൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവരോട് കൂടിയാവുക എന്ന് പറഞ്ഞാൽ അവരുടെ മജ്ലിസിൽ
ഒരുമിച്ച് കൂടുക അതൊരർത്ഥമാണ്. വഫാത്തിന് ശേഷം അവരെ സിയാറത്ത് ചെയ്യുക എന്നത് അതൊരർത്ഥമാണ്. മറ്റൊന്ന് ഷെയ്ഖ് സുലൈമാൻ അൽ കാഹിരി പറഞ്ഞതുപോലെ ദും ദവാമദ്ദഹിരി ദാഇമൽ ഹുലൂരി വശുഹൂദ് ദും തഫീ ജന്നാതി വസ്ലി ഹലത്തിൽ അബ്താലി ദാൽ സുർവരിഅൽ മുസ്തഫ സിദ് ഇഖാമതൻ ബിഹി. ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ അകന്നാലും നമ്മളെ മനസ്സ് അവരെ ഓർത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നത് ആത്മീയമായ ഒരു ഒരുമിച്ചുകൂടലാണ്. അൽ മർഉ മഅ മൻ അഹബ്ബ എന്ന മഅയ്യത്തുണ്ടാകുന്നത് അവിടെയാണ്. അപ്പോ ഈ ഒരർത്ഥത്തിൽ ഇവിടെ പ്രതിപാദിക്കപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇവിടെ ഞാനൊരു കഥയോർത്തു പോവുക. ഷെയ്ഖ് അബൂ യസീദ് അൽ ബിസ്താമി റഹിമഹുള്ളയുടെ വഫാത്തിന് ശേഷം വലിയ കഹത്തുണ്ടായ ഒരു കാലം. ആളുകൾക്ക് വളരെ പ്രയാസമുണ്ടായി. ആളുകൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊന്നും മഴ പെയ്തില്ല. അപ്പോഴൊരു ഫഖീറായ മനുഷ്യനിങ്ങനെ നടന്നു വന്നു. അയാൾക്ക് കൂടുതലൊന്നും പറയാനറിയില്ല. അയാൾ ആകാശത്തേക്ക് നോക്കിയിട്ട് അയാൾ പറഞ്ഞു, പടച്ച റബ്ബേ, എന്റെ ഈ രണ്ട് കണ്ണുകൾ അത് ഷെയ്ഖ് അബൂ യസീദ് അൽ ബിസ്താമി റഹിമഹുള്ളയെ കണ്ട കണ്ണാണ്. ആ കണ്ണിന്റെ ഹക്ക് കൊണ്ട് നീ മഴ പെയ്യിപ്പിക്കണേ. ചരിത്രം പറയുന്നു, ആ നിമിഷം മഴ പെയ്തു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലാഉദ്ദീൻ സാബിർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സുൽത്താൻ ഹിന്ദി സയ്യിദി ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിനെ വർണ്ണിച്ചൊരുപാട് പാടി 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 ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തുജെ ദേഖിന ഇബാദത്ത് അബ്ക യാദ് ബർസഖി ഹേ. എന്താ പറയുന്നത്? നിങ്ങൾ ആരാണ്? നിങ്ങളെ നോക്കുന്നത് പോലും ഇബാദത്താണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണല്ലോ അംഫാസിൽ ബർസഖിയായ അവസ്ഥ എന്ന് മഹാന്മാര് പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ ആരാണ്? ഷെയ്ഖിനോടൊരു മുരീദിന്റെ സമീപനവും ശൈലിയും ആദാബുകളും അതാണ്. ഇവിടെ ഞാൻ പറയുന്നത് കുറെ ചരിത്രങ്ങളും കുറെ പുസ്തകങ്ങളും കുറെ വായനയും കുറെ പഠനവും അത് പ്രധാനം തന്നെയാണ്. പക്ഷേ അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനമായൊരു നിഅമത്താണ് ഈ സദസ്. അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നമ്മളെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. ശരിക്കും ദുനിയാവിന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു ബോംബ് സ്ഫോടനമല്ല, ഇവിടെ ചില സംഘടനാ പ്രശ്നങ്ങളല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് എന്ന ഓർമ്മ മനസ്സിൽ നിന്ന് മുറിയുന്നതാണ് ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഫിത്നകളിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്ന. നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ നമ്മൾ മറന്നുപോകുന്ന ഒരു നിമിഷം, അതാണ് ഏറ്റവും വലിയ അപകടം. മനസ്സ് നിറയെ അള്ളാഹ് എന്ന് മാത്രം ഓർത്തിരിക്കാൻ സാധിക്കുന്ന ഇത്തരം സദസ്സുകൾ ഇവിടെ കാര്യമായി സംസാരമില്ല. സംസാരത്തിന് വലിയ കാര്യ പ്രാധാന്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ സംസാരം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെട്ടൊരു കാര്യം പ്രഭാഷകനാകലായിരുന്നു. ഒരിക്കലും ഞാൻ പ്രസംഗ പരിശീലനം നടത്തിയിട്ടില്ല, ഒരു വെള്ളിയാഴ്ച അതോടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഭയപ്പെടുന്നതിന് മാത്രമാണ് എൻ്റെ റബ്ബ് എനിക്ക് തരുന്നത്. അറഫ്തു ഇലാഹി ബിഫസ്ഖിൽ അസാഇമി. ഞാൻ ഭയപ്പെട്ടിരുന്നൊക്കെ എനിക്കിങ്ങനെ ഒന്നുകൊടുക്കുക. അവിടെ ഒരു എക്സാമിനേഷനാണ്, ഒരു പരീക്ഷണമാണ്. പരീക്ഷ ഹാളിൽ ഇറങ്ങി ഓടാൻ പറ്റൂലല്ലോ. ശരിക്കും സംസാരം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പരിധികളുണ്ട്. നാവ് അധികം സജീവമാകുന്നിടത്തൊക്കെ കൽബ് ഗഫ്ലത്തിലേക്ക് നീങ്ങുന്നു. നമ്മുടെ കൽബ് ഒരുപാട് ഗഫ്ലത്തിലേക്ക് നീങ്ങുന്നത് എപ്പോഴാണ്? സംസാരം വർദ്ധിക്കുമ്പോഴാണ്. സയ്യിദി ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മുടെ ആത്മീയമായ മശായിഖന്മാരിൽ ഏറ്റവും പ്രധാനം. ഞാൻ വളരെ സന്തോഷിക്കുന്നു, ഒരുപാട് നല്ല ചെറുപ്പക്കാർ സദസ്സിലുണ്ട്. വളരെ അദബിന്റെ എല്ലാ ലക്ഷണങ്ങളും. അദബ് കൊണ്ടാണല്ലോ ആത്മീയ ലോകത്ത് ഇൽമ് തുറക്കപ്പെടുന്നത്. അദബ് കൊണ്ടാണ് ഇബാദത്തിനുള്ള തൗഫീഖ് ഉണ്ടാകുന്നത്. ഒരു മനുഷ്യന് നൽകപ്പെടുന്ന
അല്ലാഹു തആല നൽകുന്ന നിഅമത്തുകളിൽ കാര്യമായ നിഅമത്ത് അവൻ അദബുള്ളവനാകുക എന്നുള്ളതാണ്. സുബ്ഹാന ജല്ല വഅല അത്രയും അനുഗ്രഹീതമായ വളരെ മനോഹരമായ ഒരു സദസ്സ്. ഇവിടെ സയ്യിദി ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് സ്മരിക്കപ്പെടുകയാണ്. ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാനുണ്ട്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരുപാട് പിഴയെയും തിരുത്താനുണ്ട്. ജീവിതം നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കേണ്ടത് നമ്മുടെ മുൻഗാമികളെ എത്തിച്ച അതേ സ്ഥലത്താവണം. നോക്കൂ, നിങ്ങൾ എപ്പോഴായിരിക്കും മനുഷ്യൻ രക്ഷപ്പെടുക? അതിനുള്ള വഴികൾ വളരെ കുറഞ്ഞതാണ്. ഇവിടെ വലിയൊരുപാട് സ്ഥാപനങ്ങളുണ്ടായി. മനുഷ്യന്റെ മനസ്സിൽ അതെന്ത് മാറ്റാൻ വരുത്തുന്നത്? ആയിരക്കണക്കിന് കിതാബുകളുടെ വലിയൊരു സെൽഫ് ഉണ്ടായി, വലിയൊരു ഒരു വലിയ ലൈബ്രറി ഉണ്ടായി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതെന്ത് മാറ്റാൻ വരുത്തുന്നത്? ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് ഡോക്ടറേറ്റ് കിട്ടി, റൂഹിനെന്താ ലഭിക്കുന്നത്? അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഗുണകരമായ രചനാത്മകതയും അതിന്റെ ചലനാത്മകതയും അതിന്റെ സാർവത്രികമായ ദേശീയതയും ഒക്കെ നിങ്ങൾ വാചാലമായി പ്രസംഗിച്ചു. ഒരു മനുഷ്യന്റെ മനസ്സിൽ അതെന്ത് മാറ്റാൻ വരുത്തുക? ശരിക്കും ഇസ്ലാം ആത്മീയതയാണ്. ആത്മീയത അത് പ്രവർത്തനത്തിലൂടെ മാത്രം പ്രകടമാകുന്നൊരു കാര്യമാണ്. പ്രവർത്തനത്തിലൂടെ, ഇബാദത്തിലൂടെ, കഠിനമായ ഇബാദത്തിലൂടെ മാത്രം പ്രകടമായി വരുന്നൊരു കാര്യമാണ് റൂഹിന്റെ സഞ്ചാരവും അതിന്റെ ഉറൂജും അതിന്റെ ഫുതൂഹും എല്ലാം. അള്ളാഹു നമുക്കെല്ലാം ഔദാര്യമായി നൽകുമാറാവട്ടെ. നിലവേറും ഇശാത്തോളുതോരോളുവാലെ 40 സുബഹ് തോളുതോവർ. സയ്യിദി ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഇവിടുത്തെ ജീവിതക്രമം കാണിച്ചിട്ടാണ്. ഇശാ നിസ്കരിച്ച അതേ ഉളൂ കൊണ്ട് 40 വർഷം സുബഹി നിസ്കരിക്കുമ്പോളം ഇബാദത്ത്, കഠിനമായ ഇബാദത്ത് ചെയ്തു. രാവുകൾ ഉറങ്ങുകയില്ലെന്നർത്ഥം. ശരിക്കും അങ്ങനെ തന്നെയാണ്. ആശിക്കിനെങ്ങനെ ഉറങ്ങാൻ കഴിയുക? ഒരാളെ മാത്രം പ്രതീക്ഷിച്ച് ആ കാണുന്ന വെളിച്ചങ്ങളിലൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്ന ആളാണോ വരുന്നത് എന്ന് കാത്തിരിക്കുന്ന ഒരാൾക്ക് ഉറക്കം വരുമോ? നിങ്ങളൊരാളെ കാത്തിരിക്കാം. നിങ്ങളെ വീട്ടിലേക്കൊരു അതിഥി വരുന്നുണ്ട്. വരുന്ന വെളിച്ചത്തിലും കാറ്റിലൊക്കെ അയാൾ വരുന്നത് നിങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ആ വരുന്നത് അയാളാകുമോ? ഇങ്ങനത്തെ തുടികൊട്ടുന്നൊരു മനസ്സിലെങ്ങനെ ഉറക്കം വരില്ല. ഇതാണ് മഹാന്മാരായ ആരിഫീങ്ങൾക്ക് ഉറക്കം വരാത്ത ഇബാദത്തിന്റെ രഹസ്യം. അവരെപ്പോഴും ഷർഫുദ്ദീൻ മുഹമ്മദിനിൽ ബുസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അം ഹബ്ബത്തിർ റീഹു മിൻ തിൽഖാഇ ഖാലിമതി, കാലിമത്തിൽ നിന്ന് ഒരു കാറ്റടിച്ച് വീശിയോ. കാലിമത്ത് എവിടെയാണ്? മദീനയുടെ ചാരത്ത്. കാറ്റിന്റെ ശ്വാസത്തിൽ കസ്തൂരിയുടെ സുഗന്ധം, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട സുഗന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ താമസിക്കുന്നതോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ അലക്സാണ്ട്രിയ പട്ടണത്തിന്റെ ഉൾപ്രദേശമായ ബുസൈർ. ഒരുപാട് കടൽ താണ്ടി ഒരു ഇളം തന്നലിന് വരാൻ കഴിയില്ലെന്ന് ശാസ്ത്രീയമായി ചിന്തിച്ചാൽ അറിയാത്ത ആളല്ല ശൈഖ് മുഹമ്മദ് അൽ മർസി റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ശിഷ്യനായ ബഹുമാനപ്പെട്ട ശൈഖ് ഷറഫുദ്ദീൻ മുഹമ്മദിനിൽ ബുസ്രി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. നോക്കൂ നിങ്ങൾ. പിന്നെ അടിച്ചു വീശിയ കാറ്റിൽ ഞാൻ ഈ കാണുന്ന പ്രദേശമാണ്. സുബ്ഹാനല്ലാഹ്. മദീനയുടെ അടുത്ത പ്രദേശമായ ഇളമിൽ നിന്നാണോ ഞാനിപ്പോ ഈ ആകാശത്ത് കണ്ട മിന്നലിന്റെ മറ്റൊരറ്റം എന്ന് ചിന്തിച്ച ഷറഫുദ്ദീൻ മുഹമ്മദിനിൽ ബുസ്രി റളിയല്ലാഹു അൻഹു കാത്തിരുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പൊ ഇവിടെ കാര്യമായ ഇബാദത്തുകൾ ജനിക്കുന്നത് എവിടെ? നിതാന്തമായ ഇബാദത്തുകൾ ഉണ്ടാകുന്നത് എവിടെ? അല്ലാഹു തആലയെ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ
മശായിഖിന്റെ ഹുദൂരിയത്തിനെ അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തിന്റെ ഒരു കിരണത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ നിതാന്തമായ ഇബാദത്തിലായിരിക്കും. കാണുന്നിടത്തും കേൾക്കുന്നിടത്തൊക്കെ ആ സൗന്ദര്യം അയാളിങ്ങനെ നേരിട്ട് കാണുകയാണ്. അവിടെയാണ് മശായിഖ്, അത് പഠിപ്പിക്കാനാണ് മശായിഖ്. സയ്യിദി ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മളെ പഠിപ്പിച്ച ആശയങ്ങളിലെ പ്രധാനമതാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂ. ഈ ഒരു മുഖത്താഹു ഏതൊക്കെ നേതൃത്വം നൽകാനുള്ള തൗഫീഖ്, ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകുമാറാവട്ടെ. ഇവരെ ഓർത്തിരിക്കുന്നൊരു സമൂഹം ഇല്ലാതെയാകുന്നൊരു കാലം വന്നാൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? വളരെ പ്രധാന മശായിഖില്ലാതെ രക്ഷപ്പെടാനാവില്ല. മശായിഖിന്റെ ഔദാര്യമില്ലാതെ, അവരെ തർബീയത്തില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അത് മുറിഞ്ഞുപോയി, ഉയർന്നുപോയി, നാട് വിട്ടു എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അത് അറിവിന്മ കൊണ്ട് പറയാണ്. ഓരോ മനുഷ്യനും അതിൽ നിങ്ങൾ പ്രകോപിതരാവുകയും ചെയ്യരുത്. അതെന്താ? ഖൗലുർ റജുലി മൻസൂബത്തുൻ ഇലാ ഇൽമിഹി എന്നാണ് ഉസൂൽ. ഒരു മനുഷ്യന്റെ വർത്തമാനം അയാളുടെ അറിവിലേക്ക് ചേർക്കപ്പെടേണ്ടതാണ്. അതല്ല അതിന്റെ ഉസൂൽ ആണ്. അവിടെ സൂഫികളോട് യോജിക്കാത്ത രീതിയിലുള്ള ഒരു പ്രകോപനപരമായ മറുപടി ഉണ്ടാവരുത്. ഇങ്ങനെ സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ. ഇങ്ങനെ മൻ ഹദ്ദസക്കും അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാല ഖായിമൻ ഫകദ്ദിബുഹു. ആരെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമാണെന്ന് പറയണം. ഒരു ഹദീസ്. തൊട്ടു താഴെ സ്വഹീഹുൽ ബുഖാരിയിൽ അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറാഹിലൽ ഖൗമി ഫബാല ഖായിമ എന്ന റിവായത്ത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കൂട്ടം ജനങ്ങളുടെ മറാഹിലിൽ ചെല്ലുകയും അവിടുന്ന് റഷാശിനെ ഭയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് മൂത്രമൊഴിക്കുകയും ചെയ്തു. ഹദീസിലുള്ളതാണ് റിവായത്ത്. ബഹുമാനപ്പെട്ട ഖാദി ഫുദൈൽ ഇബ്നു ഖിയാദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ ജംഅ് ചെയ്തുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ഖൗലു ആയിഷ മൻസൂബത്തുൻ ഇലാ ഇൽമിഹ. സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഖൗല് അവരെ ഇൽമിലേക്ക് ചേർക്കപ്പെട്ടതാണ്. കാരണം മഹദി അവർക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ അവസ്ഥയെ അറിയുള്ളൂ. വീട്ടിൽ മൂത്രമൊഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവിടെ ഇരുന്നേ മൂത്രമൊഴിച്ചിട്ടുള്ളൂ. മറ്റത് യാത്രക്കിടയിൽ സംഭവിച്ചൊരു കാര്യമാണ്. അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുണ്ടല്ലോ? ഇതാണ് ശരിക്കും ഒരു ബഹറാണ് ലോകം. അപ്പോ മുൻഗാമികളായ ആരെങ്കിലും അങ്ങനെ ഒരു കിതാബിൽ നക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ മറ്റാരെങ്കിലും പറയുന്നുണ്ടെങ്കിലും വിമർശിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് മൊഹീദ്ദീന്മാരെ അറിയാം. ഏതാ മൊഹീദ്ദീന്മാല? എല്ലാരെയും കോഴിയും കൂവിയാടങ്ങൂമേ മൊഹീദ്ദീൻ കോഴി ഖിയാമത്തോളം കൂവും. എല്ലാരാൾക്കാരും പോവും. ഈ പറയപ്പെട്ടതൊക്കെ ഇല്ലാതാകും. പക്ഷെ മശായിഖിന്റെ കുട്ടികളില്ലാത്തൊരു കാലം വരൽ ഖിയാമത്ത് നാളിന്റെ തലേ ദിവസം ഒരു വ്യാഴാഴ്ച യമനിലെ സൻആയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഇളം കാറ്റ് മുഅ്മിനീങ്ങളുടെ വീടുകളെ തലോടുമെന്നും അന്ന് മുസ്ലിമായ ഈമാനുള്ള എല്ലാ മനുഷ്യന്മാരും മരണപ്പെടുമെന്നും പിറ്റേ ദിവസമാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ ഈ ഹദർമൗത്തിൽ നിന്ന് പുറപ്പെടുന്ന സൻആയിൽ നിന്ന് പുറപ്പെടുന്ന കാറ്റിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്. അതുവരെ അള്ളാഹ് എന്ന് പറയുന്നവൻ ഭൂമിയിൽ ഉണ്ടാകും. അവർക്ക് മഹാന്മാരായ മശായിഖന്മാർ ഖിയാമത്ത് നാൾ വരെ തർബീയത്തിനുണ്ടാകും. അള്ളാഹു അവരിലേക്ക് നമ്മളെ അടുപ്പിക്കുമാറാവട്ടെ. പിന്നൊരു ചോദ്യം, അങ്ങനെ ഉണ്ടെങ്കിൽ അതാരാന്ന് പറഞ്ഞേരി അല്ലേ? അങ്ങനെ ചർച്ച നടക്കണില്ല ഇവിടെ. ഞാൻ ശൈഖുനാ തങ്ങൾ എന്നോട് എന്റെ മൗല പറഞ്ഞു തന്നത്, അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അയാളോട് എന്താ പറയേണ്ടത്? വസ്തഈനു ബിസ്സബരി വസ്സലാത്ത്. എങ്ങനെ? വസ്തഈനു ബിസ്സബരി വസ്സലാത്ത്. നിങ്ങൾ ഇബാദത്തിൽ സബറോടുകൂടെ ഇബാദത്ത് ചെയ്തും
ഫറദുകൾക്ക് പുറമെ സുന്നത്ത് നിസ്കാരങ്ങളെ വർദ്ധിപ്പിച്ചും ജീവിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടേണ്ടത്. അപ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സഹായമായ ശൈഖന്മാരെ നിങ്ങൾക്ക് ഔദാര്യമായി നൽകുമെന്ന് മശായിഖന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന ആളാണ്, ഇന്ന ആളല്ല, അയാളുടെ അടുത്തേക്ക് പോകണം, ഇയാളുടെ അടുത്തേക്ക് പോകണ്ട, ആ പണിയല്ല നമ്മളത്. മനസ്സിലാണ്ടല്ലോ? മശായിഖന്മാർ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അവർ പൂർണ്ണരാണ്. അവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. എന്തിനാ നമുക്കിതൊക്കെ? ഇത് ദുനിയവിയായ ലക്ഷ്യങ്ങൾക്കൊന്നുമല്ല. ഇതിൽ ദുനിയാവിന്റെ ഒരു ലക്ഷണവുമില്ല. എന്നല്ല, കുറച്ചൊക്കെ ദുനിയാവ് ഖൽബിലുള്ളവരാണെങ്കിൽ അവരിതിനെ തൊട്ട് മഹജൂബീകളെ ആവുള്ളൂ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ശറഫുൽ ഹിക്കമിലൊരു ഇബാറത്തില്ലേ, സുബ്ഹാന മല്ലാ ജഅല ലി ഔലിയാഇഹി ദലീലൻ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അവർ വലിയാണെന്നതിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങളൊന്നും അല്ലാഹ് പഠിച്ചിട്ടില്ല. അവിടെ ബഹുമാനപ്പെട്ട ശൈഖ് ഇബ്നു അജീബ വളരെ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാ തിരിച്ചറിയുക? നമ്മളെപ്പോലെ തുണിയെടുത്ത ഒരാളെ, നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന ഒരാളെ, നമ്മളെപ്പോലെ വെള്ളം കുടിക്കുന്ന ഒരാളെ, നമ്മളെപ്പോലെ സംസാരിക്കുന്ന ഒരാളെ, ആ മനുഷ്യന്റെ ഖൽബിന്റെ ഉള്ളിൽ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ നൂറാനിയത്തിനെ അള്ളാഹു കയറ്റിവെച്ചിട്ടുണ്ടെന്നും ആ പ്രകാശം അവിടെയുണ്ടെന്നും നമ്മൾ എങ്ങനെ അറിയാം? ഒരടയാളവും ഇല്ലല്ലോ. ഉണ്ടോ? പിന്നെന്താ സംഭവിക്കുക? ശൈഖ് ഇബ്നു അജീബ പറഞ്ഞു, ഒരു മനുഷ്യനെ കാണുമ്പോൾ മുത്തഖിയായ ശൈഖ് ലഭിക്കാൻ അർഹനായ സ്വാലിഹീങ്ങളോട് സഹവസിക്കാൻ അള്ളാഹു ഹല്ല് കൊടുത്ത, ഭാഗ്യം കൊടുത്തൊരു മനുഷ്യന്റെ ഖൽബിൽ അള്ളാഹു തോന്നിപ്പിക്കും, ഇത് അള്ളാഹു സ്നേഹിച്ചൊരു മനുഷ്യനാണ്. സുന്നിയായതിന്റെ ഒന്നാമത്തെ ഗുണതാണ്. എല്ലാവരും അങ്ങനെയല്ലല്ലോ. എങ്ങനെ? അറായിസുൽ വുജൂദ് എന്നാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അൽ മർസി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇന്നൽ അറായിസ മഹ്ജൂബൂന അനിൽ മുജ്രിമീൻ. സുബ്ഹാന ജല്ല വഅല. അള്ളാഹു ബഹുമാനിച്ചാദരിച്ച മഹത്തുക്കളെ അടുത്തേക്ക് വരാൻ ചില ആളുകൾക്ക് കഴിയാതെ വരുന്നത്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത്, അവരെ തെറ്റിദ്ധരിക്കുന്നത്, അവരെ ആക്ഷേപിക്കുന്നത്, അവരിൽ നിന്ന് അകന്നു പോകുന്നത് അവരുടെ കുറവുകൊണ്ടല്ല, പിന്നെ ഈ അകന്നു പോകുന്നവന്റെ കുറവാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ ഈ ജനക്കൂട്ടം, ഇത്തരം ആളുകൾ ഇന്ന് ലോകത്ത് കുറവാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. ഇതിൽ ഒരു ഔപചാരികത ഇല്ലാതെ ഒരു പ്രസംഗമല്ല ഞങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ഒരു മനസ്സ് തുറക്കണം. ഇങ്ങനത്തെ ആൾക്കൂട്ടങ്ങൾ ഇന്ന് ലോകത്ത് കാണാനില്ല. അള്ളാഹു നിങ്ങൾക്ക് വലിയ ഹല്ലാണ് തന്നത്, വലിയ നിഅമത്താണ് ഈ സദസ്സിലുള്ളത്, വലിയ ഗുണാണ് ഇതിലുള്ളത്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് ബഹുമാനപ്പെട്ട ശൈഖ് നജ്മുദ്ദീൻ അൽ ഖുബറവി റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ പോയി. 1000 ശിഷ്യന്മാരോടുകൂടിയാണ് പോകുന്നത്. മഹാനവറുകൾ പറഞ്ഞു, ഓ ശൈഖ് നജ്മുദ്ദീൻ അൽ ഖുബറവി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അവിടുന്ന് എനിക്ക് ത്വരീഖിന്റെ അമലുകൾ പറഞ്ഞു തന്നാൽ കേട്ടോ, ത്വരീഖിന്റെ അമലുകൾ പറഞ്ഞു തരണം. ശൈഖ് നജ്മുദ്ദീൻ അൽ ഖുബറവി തങ്ങൾ പറഞ്ഞു, ത്വരീഖിൽ പ്രവേശിച്ചാൽ ചില വസ്തുക്കളൊക്കെ നഷ്ടമാകും. ഒരു പക്ഷേ നിങ്ങളുടെ ഇൽമും ഫനാഅയെന്ന് വരും. ത്വരീഖിൽ കടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പരീക്ഷണമൊക്കെ ഉണ്ടാവും. അത് ശരി, പരീക്ഷ ചെയ്താതെ ഇപ്പോൾ ആരിഫീങ്ങളെ കൂടെ നടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ ഭയപ്പെട്ടു പോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സയ്യിദി ശൈഖ് മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഇടയ്ക്ക് പറയാണ്, ശൈഖ് മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങളെന്നും വിമർശിക്കരുതിട്ടോ. ചില ആളുകൾക്ക് ഇപ്പോൾ ആ കിതാബൊന്നാണ് ദഹിക്കണില്ല. നമ്മളെ ഫഹമിന്റെ കുറവാണ്, നമ്മളെ മനസ്സിലാക്കുന്നതിന്റെ കുറവാണ്. ഫഹം, നേരത്തെ മഹാനവറുകൾ പറഞ്ഞല്ലോ, എന്താണ് ഫഹം? സുലൈമാൻ നബിയും ദാവൂദ് നബിയും ഒരു വിധി വിധിച്ച കഥ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സമയക്കുറവുണ്ട് കേട്ടോ. അവിടെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹുക്കുമിനെയും എൽമിനെയും നൽകി എന്ന് പറഞ്ഞിടത്ത് എൽമെന്ന് പറഞ്ഞാൽ എന്താണെന്നും ഹുക്കുമ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും വിശദീകരിച്ചിടത്ത് കാണാം. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫഹമാണ്. ഫഹം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നൂറാനിയത്താണ്. അതുകൊണ്ട് അയാൾ ശരി മനസ്സിലാക്കാൻ എല്ലാവർക്കും കിട്ടൂല. അത് തൗഫീഖാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനവറുകളുടെ പ്രാർത്ഥന, നമ്മുടെ മദീനയിൽ നിന്ന് വന്ന ശൈഖിന്റെ പേരക്കുട്ടിയുടെ പ്രാർത്ഥനയിൽ കാര്യമായി ഫഹമിനെ ചോദിച്ചതാണ്. ഫഹമ് നഷ്ടമാകുമ്പോൾ പലതും നഷ്ടമാവും. പോവട്ടെ, മഹാന്മാരായ മശായിഖന്മാരുടെ ഈ ഉസൂലുകൾ, അവർ പഠിപ്പിച്ച ആശയങ്ങൾ, അത് ശൈഖ് മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങളെപ്പോലുള്ള ആളുകളുടെ കിതാബുകൾ, അതറിഞ്ഞില്ലെങ്കിൽ മുത്താലഅ ചെയ്യേണ്ട എന്ന് വെച്ചാൽ മതി.
നേരെ മറിച്ച് അവരെയൊക്കെ വിമർശനത്തിന്റെ വിധേയത്തിലും നമുക്കറിയുന്ന ഇൽമിൽ അവരെ കൊണ്ടുവന്ന് പഠിക്കാനൊക്കെ ശ്രമിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മശായിഖ് എന്ന് പറയുന്നത് അതൊരു വലിയ ഔദാര്യമാണ്, വലിയ ഔദാര്യം, മഹത്തമായ ഔദാര്യം. മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ ഇബ്നു അറബി തങ്ങളുടെ അടുക്കലേക്ക് ഷെയ്ഖ് ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ചെന്നു. എന്നിട്ടോ മഹാനവറുകളെ തരീഖിൽ പ്രവേശിപ്പിച്ചു. വളരെ വർഷങ്ങൾക്ക് ശേഷം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ബൈത്തുൽ മഖ്ദസിൽ ഇമാമായി നിസ്കരിച്ചുകൊണ്ടിരിക്കെ കുറെ അകലെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ ഇബ്നു അറബി ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയം എടുക്കുകയാണ്. കലമേ അസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹയ്യിദ്ദീൻ കാവലിലേകല്ലാഹ്. ഒരു മുരീദിന് ശൈഖന്മാരെ സ്നേഹിച്ചാൽ ഏറ്റവും ഗുണം കിട്ടുന്ന സമയപ്പളാ റൂഹാണ്ട് ഊരുമ്പോഴാണ്. മനസ്സിലാവുണ്ടല്ലോ, റൂഹ ഊരുമ്പോൾ കാണാം ശൈഖുള്ളവനും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. മഹാന്മാരെ സ്നേഹിച്ചവരെയും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസതാണ്. റൂഹിനിങ്ങനെ ഊരുന്ന സമയം വലിയ പണ്ഡിതനല്ലേ. ഇബ്ലീസ് ഒരു വാദപ്രതിവാദത്തിന്റെ മുഖം തുറന്നു. ഇബ്ലീസ് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉത്തരം പറയണം. വലിയ മഹാനല്ലേ, യഹൂദികളോടും നസാറാക്കളോടും ഒരുപാട് വാദപ്രതിവാദം നടത്തിയ മഹാപണ്ഡിതനല്ലേ. ആ സമയത്ത് ശൈഖ് അവർകൾ നിസ്കാരത്തിലാണ്, മുരീദിന്റെ റൂഹ് ഊരാണ്, വാദപ്രതിവാദം നിൽക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ഈ ചരിത്രം വളരെ വിശദീകരിക്കുന്നുണ്ട്. എന്ത് ചെയ്തെന്നറിയോ? ഓതിക്കൊണ്ടിരിക്കുന്ന ഖിറാഅത്തിൽ നിന്ന് പെട്ടെന്ന് മഹാനവറുകൾ സൂറത്തിൽ നിന്ന് മാറി. എന്നിട്ടോ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഉടനെ മുരീദന്മാർ ചോദിച്ചു, എന്തേ പെട്ടെന്ന് അവിടുന്ന് ഒരു ഖിറാഅത്തിൽ നിന്ന് മാറിയത്? മഹാനവറുകൾ പറഞ്ഞു, നമ്മുടെ ഫഖറുദ്ദീൻ റാസിയുടെ വഫാത്തിന്റെ സമയം ഇബ്ലീസ് വാദപ്രതിവാദം തുടങ്ങി, ഞാൻ അത് ഏറ്റെടുത്തോന് മറുപടി കൊടുത്തതാണ്. മനസ്സിലാവുണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് വാദപ്രതിവാദം ഞാൻ ഏറ്റെടുത്തു, ഞാൻ മറുപടി കൊടുക്കുകയാണ്. നമ്മളെ പഴയ കാലത്തെ മനുഷ്യന്മാരുടെ മനസ്സിൽ മരണം കാത്തിരുന്ന് കൊതിപ്പിക്കുന്ന കുറെ മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പോഴേ കീലമൻ റാക്ക് ചോദിക്കുന്ന കാലപ്പോഴാണ്. എന്തെങ്കിലും വന്നാൽ ഓടി ഡോക്ടറെ അടുത്തേക്ക് ചെന്ന് ജീവിക്കാൻ വല്ല മരുന്നും കിട്ടുമെന്ന് ചോദിച്ച് മരിക്കുന്നതിന്റെ 5 സെക്കൻഡുകൾക്ക് മുമ്പ് പോലും ജീവിതം തേടി അലയുന്നൊരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടത് ഇപ്പോഴാണ്. മുമ്പ് നമ്മുടെ ഗ്രാമങ്ങളിൽ കാണാൻ പറ്റും, മരിക്കാനായി തോന്നിക്കഴിഞ്ഞാൽ ഒതൊക്കെ ഉണ്ടാക്കി അല്ലേ, കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിടന്ന് ഒപ്പുള്ള ആൾക്കാരെ യാസീൻ ഓതി മരണം കാത്തു കിടക്കുന്ന കൊതിപ്പിക്കുന്ന ചിരിച്ചു മരിക്കുന്ന കുറെ ആളുകൾ. എന്താണ് അവരുടെ പ്രത്യേകത? കാലേമേ അസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹയ്യിദ്ദീൻ കാവലിലേകല്ലാഹ്. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ കാവൽ തരണേ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ മക്കാനത്തും അവിടുത്തെ ബഹുമാനവും അവിടുത്തെ ആദരവും പറയാൻ ആർക്കെങ്കിലും പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റുമോ? അവർക്കൊക്കെ അല്ലാഹു തആല കൊടുത്ത കഴിവിനെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉപകരിക്കാൻ കഴിയും, ഉപയോഗിക്കുകയും ചെയ്യും. അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവിനെ അവരുടെ ഇഷ്ടപ്രകാരം തന്നെ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിലവർക്ക് ഇഖ്തിയാറിനുള്ള അധികാരമുണ്ട്, ഇഷ്ടമുള്ളത് സ്വീകരിക്കാനും തള്ളിക്കളയാനുള്ള അധികാരമുണ്ട്. മശായിഖന്മാരുടെ കറാമത്തുകൾ അവർ ഉദ്ദേശിക്കുമ്പോൾ നടക്കുമ്പോഴേ അത് ശരിയാവുള്ളൂ, ഉദ്ദേശിക്കാതെ നടക്കുന്നതുകൊണ്ട്. പക്ഷേ സൂഫികളെ കൂട്ടത്തിൽ ഈ കറാമത്ത് കച്ചവടക്കാരുണ്ടാവില്ല. മനസ്സിലാണ്? എങ്ങനെ ഇപ്പം ഞങ്ങളോട് ഉദാഹരണം പറയാം. ശരിയായൊരു ഷെയ്ഖിന്റെ മുരീദ് പറഞ്ഞാല് ഒറിജിനൽ പാളത്തു കൂടി ഓടുന്ന വണ്ടിയാണ്, വലിയ ഒച്ചൊന്നും ഉണ്ടാവില്ല, പതുക്കെ ഇങ്ങനെ പോകും. തിരിയുണ്ടല്ലോ, അത് നേരെ സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റോപ്പ് ആവും. എന്നാൽ ചിലത് ഓൾക്ക് ഷെയ്ഖൊന്നും ഉണ്ടാവില്ല, ഓല ഷെയ്ഖ് പോലെ തന്നെ ഓല കുത്തുമ്പോ അങ്ങനെ തന്നെയാണ്. അത് കട്ടപ്പാടത്ത് കൂടി ഇങ്ങനെ കടകടകടകടേനെ പോവാ, നല്ല ഒച്ചം പുളി ഉണ്ടാവും. ഒരു സ്റ്റേഷനിലും എത്തൂല, ബൈക്ക് എവിടെയെങ്കിലും കുത്തിമറിയും. തിരിയുണ്ടല്ലോ, മശായിഖിന്റെ മുരീദിനെയും അല്ലാത്തവനെയും ആ രീതിയിൽ തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, നിങ്ങൾ പടുമുള കണ്ടിട്ടില്ലേ? പടുമുള അല്ലേ, ചേമ്പൊക്കെ സ്വന്തം മുളക്കണ് കണ്ടാ ബേജാറാവും. എന്താ പഠിച്ചോനെ ഇതിന്റെ ചോട്ടിലൊരു ചാക്കുണ്ടാവും തോന്നും അല്ലേ? മാന്തി നോക്കിയാലോ ഒന്നും ഉണ്ടാവില്ല. തിരിയുണ്ടല്ലോ, കാരണം ഒരു കൃഷിക്കാരനും അതെന്തല്ല,
നട്ടു വളർത്തിയതല്ല. അപ്പുറത്ത് ചെറിയൊരു ചെമ്പ്, രണ്ടിലട്ടിങ്ങനെ നിൽക്കണമെന്നാ തോന്നും, പാവട്ടോ അത് വെറുതെ മാന്തി വെക്കുകയാണ്. അതൊരു മുറബി യാനി കൃഷിക്കാരൻ നട്ടതാണ്. അത് മാന്തിയൊക്കെ അതിന്റെ ചോട്ടിൽ എത്ര ചെറുതാണെങ്കിലും ഒരു കൂട്ടാൻ വെക്കാൻ 2 വിത്തുണ്ടാവും. നട്ട് മനസ്സിലാണ്ടല്ലോ പറയണത്, നട്ട് വളർത്തുന്നതും സ്വയം വളരുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. മശായിഖിന്റെ തർബീയത്തിൽ വളരുന്നൊരു സാധനവും അല്ലാത്തൊരു വസ്തുവും തമ്മിൽ ഒരുപാടുള്ള വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യാസങ്ങളിൽ പ്രധാനമായ വ്യത്യാസമാണിത്. മഹാന്മാരായ മശായിഖന്മാരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവരെ കൊണ്ട് അല്ലാഹു നമ്മളെയും നമ്മൾ സ്നേഹിച്ചവരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും സഹായിക്കുമാറാവട്ടെ. ഇതൊരു ഔദാര്യ, ഇതിനൊക്കെ ഒരുപാട് തെളിവുണ്ട്. ഇതെല്ലാം കൂടി പറയാൻ സമയമല്ല. സയ്യിദുനാ ഗൗസുൽ ആദം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ചരിത്രവും അവിടുത്തെ ജീവിതവും ബഹുമാനവും ഒക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ ഒരു പ്രസംഗം കൂടി പറയല്ല, പറയുന്നതിന് കൂലി ഒരുപാടുണ്ട്, ഒരുപാട് പുണ്യമുണ്ട്. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കാണാവുന്നൊരു ഗുണം ഇങ്ങനെ 40 വഹള് പറഞ്ഞോവർ നന്നായി 90 കാലം ഇരുന്നവര് 40 വർഷം വേദനിട്ടുണ്ട്. വഹള് അതും സമകാലികമായ ചില തിരുത്തലുകൾ ആവശ്യപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. പ്രസംഗങ്ങളുടെ പ്രസംഗമില്ലാത്തതല്ല പ്രശ്നം, പിന്നെ അതിന്റെ വർധനവാണ് ഇന്നത്തെ പ്രശ്നം. പുസ്തകമില്ലാത്തതല്ല പ്രശ്നം, പിന്നെ പുസ്തകങ്ങളുടെ വർധനവാണ്. എങ്ങനെ പറയാൻ പറ്റും? ഒരാൾക്കൊരു 10 ഏക്കർ ഭൂമി ഉണ്ടെന്ന് വെച്ചോളി, അയാളത് കാടില്ല, നോക്കൂല്ല, അതിലൊന്നും നടുവില്ല. മൂപ്പര പണിന്താ ആധാരമായി വെച്ചിരിക്കുകയാണ്. വടക്ക് തോട്, തെക്ക് റോഡ്, പടിഞ്ഞാറ് കുന്ന്, താഴെപ്പാടം, ഇതിങ്ങനെ വായിച്ചിരിക്കുകയാണ്. ഇയാളെ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടാവോ? നിങ്ങളെ അഭിപ്രായം ഉണ്ടാവോ? ഇല്ലല്ലോ. ഇത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്ക് പോയിക്കോണല്ലോ. നല്ലൊരു പ്രസംഗമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നേ. കാടാമ്പുഴ ഗ്രേസ് വാലിയിൽ നിന്ന് എന്റെ കേൾക്കാം. ആനൂർ ഞങ്ങളെത്തി മൈക്ക് റിലീസ്. ലോകത്തിന്റെ മുമ്പിലുണ്ട്. അതിൽ പറഞ്ഞൊരു പ്രയോഗം, കുൽ സാജിദൻ ഇന്ദ ബാബി റഹ്മത്തി റബ്ബിക്, നീ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടത്തിൽ സുജൂദിൽ കിടക്കുക. ഒരു വലിയ സംഭവമാണല്ലത്. തിരിഞ്ഞില്ല. പ്രത്യക്ഷമായി 2 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന് ഇബാദത്ത്, പൊതുസമൂഹത്തെ എങ്ങനെ പറയാം? വമിൻഹും ശഖിയ്യുൻ വസഈദ്. ആരുണ്ട്? വമിൻഹും ശഖിയ്യുൻ വസഈദ്. സമൂഹത്തിൽ അള്ളാഹു പരാജയപ്പെടുത്തിയവരും അള്ളാഹു വിജയിപ്പിച്ചവരുമുണ്ട്. ഇതാണ് പൊതുസമൂഹം. ഈ പൊതുസമൂഹത്തിൽ പ്രകടമാകുന്നത് 2 ഗുണങ്ങളാണ്. ഒന്ന് അള്ളാഹുവിന്റെ റഹ്മത്ത്. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചവന് ഇബാദത്തിനും ദിക്റിനും ഫിക്റിനും ശുക്റിനും ഒക്കെ അള്ളാഹു അവസരം കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന് അള്ളാഹു കോപിച്ചവൻ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അള്ളാഹു മാറ്റി നിർത്തിയവൻ, അവന് താഴത്തിന് അവസരം ലഭിക്കുന്നില്ല. സുബ്ഹാന ജല്ല വഅല. അള്ളാഹു നമ്മളോട് ഏറ്റവും റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. അവിടെ സുജൂദിൽ കിടക്കുക. ഇടത്തോട്ടും നോക്കരുത്, വലത്തോട്ടും നോക്കരുത്. സയ്യിദുനാ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ തൽതഫിത് ഇലാ യമീനിൻ വലാ ഇലാ ശിമാൽ. നീ ഇടത്തേക്ക് തിരിയരുത്, വലത്തേക്ക് നോക്കരുത്. ഇടത്തിലെന്താണ്? വലതുഭാഗത്ത് എന്താണുള്ളത്? ദുനിയാവാണ്. ആഖിറമാണ്. ഇടതുഭാഗത്തുള്ളതോ ദുനിയാവാണ്. ഉഖ്റവിയായ ഒരുപാട് നിഅമത്തുകൾ നിന്റെ അടുക്കിലേക്ക് വരും. നീ മലക്കുകളെ മുസാഫഹത്ത് ചെയ്തു എന്ന് വരും. കഴിഞ്ഞുപോയ മശായിഖന്മാരുമായി സന്ധിച്ചു എന്ന് വരും. മറ്റുള്ള ഒരുപാട് നിഅമത്തുകൾ നിന്റെ അടുക്കിലേക്ക് വരും.
ജലാലുദ്ദീൻ റൂമി ഇതിനെ കുറച്ചുകൂടി സാമാന്യവൽക്കരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, രാജാവിനെ കാണാൻ പോയവൻ പൂന്തോട്ടം നോക്കി നിന്നാൽ സമയം വൈകും. എങ്ങനെ? രാജാവിനെ കാണാൻ പോയവൻ പൂന്തോട്ടവും നോക്കി നിന്നാൽ സമയം വൈകും. ഇതുപോലെ ദുനിയവിയായ ഉഖ്റവിയായ ഒരുപാട് നിഅമത്തുകൾ വരുമ്പോൾ അവിടേക്കും തിരിയരുത്. ദുനിയാവ് നിങ്ങളെങ്ങനെ തേടി വരും. ദുനിയാവ് തേടി വരുമ്പോൾ അതിലേക്കും ശ്രദ്ധിക്കരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ബാബിൽ സുജൂദിൽ കിടക്കണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയം തേങ്ങുന്ന ശബ്ദം പോലും അല്ലാഹുമ്മ റഹംനി അല്ലാഹുമ്മ റഹംനി എന്നാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് തേടി അലയ, അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. ആ റഹ്മത്ത് നമ്മളിൽ പെയ്തിറങ്ങുന്നൊരു നിമിഷമാണ് ഭൗതിക ലോകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ നിമിഷം. സയ്യിദി ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പിന്നെ അവിടുന്ന് പറഞ്ഞു, സമ്പത്തിനെ നീ കയ്യിൽ വെച്ചേക്കുക, സമ്പത്തിനെ നീ കീശയിൽ വെച്ചേക്കുക, ഒരിക്കലും ദുനിയാവിനെ കൽബിൽ വെച്ചേക്കരുത്. എന്താണ് കൽബിൽ ദുനിയാവിനെ വെച്ചാലുള്ള അവസ്ഥ? ഇരുട്ടും വെളിച്ചവും ഒരേ സമയം ഒരുമിച്ച് കൂടില്ല. അപ്പോൾ ഒരാൾ പറയാൻ, ഒരു കൽബുകൊണ്ട് ഞാൻ ദുനിയാവിനെയും മറ്റൊരു കൽബ് കൊണ്ട് അള്ളാഹുവിനെയും സ്നേഹിക്കാന്ന് പറഞ്ഞാലോ ആ വാദം കള്ളത്തരമാണ്. മാ അൻസലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈൻ, ഒരു മനുഷ്യനും അള്ളാഹു രണ്ട് കൽബിനെ പഠിച്ചിട്ടില്ല. ഹൃദയമാകുന്ന ഒരു സിംഹാസനത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായി മാറാനാണ് ബഹുമാനപ്പെട്ട മശായിഖന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് അവരുടെ വിദ്യാഭ്യാസം. അതിനൊരുപാട് വ്യത്യസ്തതകളുണ്ട്. അതൊരു മദ്രസത്തുൻ റൂഹിയ, ഒരാത്മീയ വിദ്യാലയം, ഒരാത്മീയ യൂണിവേഴ്സിറ്റി. അതിനൊക്കെ അതിൻ്റേതായ സിലബസ് ഉണ്ട്, അതിൻ്റേതായ പരീക്ഷകളുണ്ട്, അതിൻ്റേതായ അധ്യാപകന്മാരുണ്ട്. എല്ലാവരും പോകുന്നത് ഒരേ യോഗ്യതയിലേക്കാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എടുത്തോനും MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എടുത്തോനും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ബി എടുത്ത ആളുകൾക്കും PGക്ക് ഏത് കോളേജിലും ചേരാം. അവർക്കൊക്കെ ജോലി കൊടുക്കുന്നത് ഒരേ ഗവൺമെന്റാണ്. ഇതുപോലെ മദ്രസത്തുൻ റൂഹിയയാണ് തരീഖത്തുകൾ. ബഹുമാനപ്പെട്ട ശാദുലി മശായിഖന്മാരുടെ തരീഖത്തുകളിൽ വളരെ പ്രധാനമായ ശാന്തതയുണ്ട്. അതുപോലെയുള്ള അസാമാന്യമായ അയൽമുള്ള പണ്ഡിതന്മാരാണ് അവരുടെ മശായിഖന്മാരിലൊക്കെയും കാണുന്നത്. അല്ലാഹു അവരുടെ ഫൈൽ നമുക്ക് നൽകുമാറാവട്ടെ. സയ്യിദുനാ ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ തരീഖത്തുൽ ഖാദിരിയ, അതിന് ഉമ്മുത്ത് തരീഖ് എന്നാണ് പറയുക. അതിലെ ഏറ്റവും പ്രധാനം അസാമാന്യമായ നേതൃപാഠവും അവിടുത്തെ മുരീദന്മാരിൽ കാണാൻ സാധിക്കും. അസാമാന്യമായ നേതൃപാഠവും, അസാമാന്യമായ തന്റെ ഇടം, അസാമാന്യമായ ശക്തി, ആളുകളിലേക്ക് ഇറങ്ങി വന്നവരെ പരിവർത്തിപ്പിക്കാനുള്ള വലിയൊരു കഴിവ്, അത് ഖാദിരികളുടെ വലിയൊരു പ്രത്യേകതയാണ്. ജിഷ്തി മശായിഖ്മാരിലേക്ക് നോക്കൂ നിങ്ങൾ, അവർ വളരെ പൊതുജന സേവനം ചെയ്യുന്ന ആളുകളാണ്. ബഹുമാനപ്പെട്ട റിഫായി മശായിഖന്മാരിലേക്ക് നോക്കൂ നിങ്ങൾ, അവർക്കൊരുപാട് കറാമത്തുകൾ പെറ്റുപെരുകുന്ന ആളുകളാണ്. ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പല രീതിയിലും ജീവിതക്രമത്തിലും ശൈലിയിലും വേഷത്തിലും ഭാഷയിലും ഒക്കെ അവർക്ക് വ്യത്യാസമുണ്ടെങ്കിലും അവരൊക്കെയും അൽ മുസ്തഫ മിന്നാ അഇമ്മത ജുന്ദിഹി വബിഅംരിഹി തഖരീബു വൽ ഇബ്ആദു. സൂഫി അസ്ഹാബ് സുഫ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മദീനത്തെ പള്ളിയുടെ പിൻഭാഗത്ത് ഒരു പന്തൽ നിർമ്മിച്ചു. ആ പന്തലിൽ താമസിച്ചിരുന്നു മുത്തുനബിയെ കാത്ത് അസ്ഹാബ് സുഫ, അവരുടെ പിൻഗാമികൾ. അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സഹാബത്ത് ഇരുന്ന് അള്ളാഹുവിന്റെ ഹബീബ് പുറത്തേക്ക് വരുന്നതും പ്രതീക്ഷിച്ചിരുന്ന ആശിഖീങ്ങളായ, ലോകം മറന്നുപോയ ഹബ്ബും ഹബീബും മഹബൂബും സംഗമിച്ചപ്പോ ജീവിതം തന്നെ വിസ്മരിച്ചുപോയ, 6 ഫൗറിലെ അവസ്ഥയെ ജീവിതത്തിൽ മുഴുവനും അനുഭവിച്ച മഹാന്മാരായ സഹാബത്തിന്റെ പിൻഗാമികളാണ് സൂഫികൾ. ഇതിന്റെ ചക്രവർത്തി സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട കണ്ണുകൊണ്ടൊന്ന് ആംഗ്യം കാണിച്ചു, വരൂ എന്ന് പറയുന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവിടുന്ന് വിളിച്ചാൽ നമ്മൾ മുന്നിലാണ്, അവിടുന്ന് മാറ്റിവിട്ടാൽ നമ്മൾ പിന്നിലാണ്. ഈ സമൂഹത്തിന്റെ ചക്രവർത്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. യുസക്കീക്കും, നിങ്ങളെ തസ്കിയത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ച അനുഗ്രഹമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹബ്ബും ഇഷ്കും ഹബ്ബും ഹബീബും മഹബൂബും മുഴുവൻ സംഗമിച്ചിട്ട് നമുക്കിങ്ങനെ സദസ്സുണ്ടാകാൻ കഴിഞ്ഞു.
ഒരു കാര്യം ഞാൻ പറയട്ടെ, 4 കാര്യങ്ങളെ നമ്മൾ മറന്നേക്കരുത്. 1 സമാനുള്ള, അള്ളാഹു തൃപ്തിപ്പെട്ട സമയം. 2 മക്കാനുള്ള, അള്ളാഹു തൃപ്തിപ്പെട്ട സ്ഥലം. 3 റിജാലുള്ള, അള്ളാഹു തൃപ്തിപ്പെട്ട മനുഷ്യന്മാർ. 4 റസൂലുള്ള, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കിതാബുള്ള, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഒരു കാമൽ നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ. വിശുദ്ധ ഖുർആൻ ഓതി 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 അഹ്ലുൽ ഖുർആനായി അള്ളാഹു തെരഞ്ഞെടുത്തവരായി മാറി. നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ഔദാര്യമുള്ളവരാണ് ഖുർആനിന്റെ അഹ്ലുകാർ, ഖുർആനിനെ സ്നേഹിക്കുന്നവർ, ഖുർആൻ ഓതുന്നവർ. അത് കയ്യിൽ വെച്ച് മുന്നോട്ട് നടക്കാൻ നമുക്ക് സാധിക്കണം. സമയക്കുറവുണ്ട്, ഞാൻ നിർത്തുകയാണ്. നിങ്ങളെല്ലാവരുടെയും ദുആയിൽ പാവപ്പെട്ട ഫഖീറായ എന്നെ ഉൾപ്പെടുത്തണം. അള്ളാഹു നമുക്ക് നമ്മളെല്ലാവരുടെയും ഈമാൻ സലാമത്താക്കുമാറാവട്ടെ. അള്ളാഹുവേ, പൂർണ്ണമായ ഈമാനിനെ ഔദാര്യമായി നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. നിന്നോടുള്ള ഹുബ്ബിനെ നീ ഞങ്ങളിൽ പടക്കണേ റബ്ബേ. ഇഷ്ഖിനെ തരണേ തമ്പുരാനെ. ഞങ്ങളെ മശായിഖന്മാർ, ഉസ്താദുമാർ, അവരുടെ പൊരുത്തം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, പരിശുദ്ധമായ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ഞങ്ങളെ നിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ, ഹുബ്ബിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടുന്നവരാക്കണേ തമ്പുരാനെ. ഇതിനെല്ലാം കാരണമായ ഹിദായത്തിന്റെ വെളിച്ചം നമ്മളിലേക്ക് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട അത്തിപ്പത്ത് ഉസ്താദിന് അള്ളാഹുവേ, ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കണേ തമ്പുരാനെ, ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അവിടുത്തെ വിഷമകഥകളെ, വേദനകളെ മാറ്റണേ തമ്പുരാനെ. അതേത് ദീർഘകാലം ഈ പ്രകാശത്തിന് നേതൃത്വം കൊടുക്കാൻ അവിടുത്തേക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെയും ഞങ്ങളെ ശിഷ്യന്മാരെയും ഞങ്ങൾ